ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഗുണ്ടകളുടെ ഒരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ നിന്നും ഒരു കുട്ടി മരിച്ചുപോയി. അപ്പോൾ അവർ പറയാണ്, ഏട്ടാ ഒരു കുട്ടി മരിച്ചുപോയി എന്ന് പറയാണ്. ഒരു കുട്ടിക്ക് ജീവനില്ല ഏട്ടാ. അപ്പോൾ ബോസ് പറയാണ്, എടാ നിങ്ങളിനി എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഇതേപോലുള്ളൊരു കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. രാത്രിയിൽ തന്നെ 10 കുട്ടികളെയും കപ്പലിൽ കയറ്റേണ്ടതാ. പിന്നെ കാണിക്കുന്നത് മലറിനെ അന്വേഷിച്ച് നടക്കുന്ന ചന്ദ്രികയാണ്. ചന്ദ്രിക കോളേജ് കഴിഞ്ഞ് മലറിനെ അന്വേഷിച്ച് സ്കൂളിൽ പോയി നോക്കുമ്പോൾ അവളുടെ സ്കൂളിലുമില്ല. വീട്ടിൽ വന്ന് വീട്ടിലുണ്ടാവും വിചാരിച്ചിട്ട് നോക്കും, വീട് മുഴുവൻ അന്വേഷിച്ചിട്ട് വീട്ടിലും കാണുന്നില്ല. പ്രിയ, എന്താ മോള് തനിയെ കളിക്കുന്നത്? മലർ എവിടെ? മലറിനെ മഹേഷ് അങ്കിൾ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇതാ കഥ തുടരുകയാണ്. പിന്നെ കാണിക്കുന്നത് മലറിനെയും കൂട്ടിയിട്ട് പാർക്കിലേക്കാണ് പോയത് മഹേഷ്. അവിടെ വെച്ച് മലരുമായിട്ട് അടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഐസ്ക്രീമും മറ്റ് മിഠായികളും ബിസ്ക്കറ്റുകളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടുന്ന് തൊട്ടിലൊക്കെ കയറ്റിയിട്ട് അവളുമായിട്ട് ഒന്ന് അടുക്കാമെന്ന് വെച്ചിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് അവൾ പറയാണ്, എനിക്ക് അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയാണ് മലര്. അമ്മ നിന്നെ തിരക്കില്ല, കാരണം ഞാൻ അമ്മയോട് പറഞ്ഞോളാം. മോള് കുറച്ച് നേരം പാർക്കിൽ ഹാപ്പി ആയിട്ട് കളിച്ചോ. നോക്ക്, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കളിക്കാൻ, മോൾക്ക് ഇഷ്ടപ്പെട്ടതിൽ കയറി കളിച്ചോ. എൻ്റെ അമ്മ നിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൂട്ടിക്കൊണ്ടുവരില്ല, ശരിയല്ലേ? വാ മോള് കളിച്ചോ. അവരൊക്കെ പോയി, ഇപ്പോൾ ഊഞ്ഞാൽ ഫ്രീയാ, വാ ഊഞ്ഞാലാടാലോ. എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നേ? വാ പേടിക്കാതെ വാ മോളെ. അവൻ മലറിനെ ഊഞ്ഞാൽ തൊട്ടിയിൽ കയറ്റിയിരുത്തി. അപ്പോൾ മലർ പറയാണ്, വേണ്ട, അമ്മ അവിടെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, അമ്മ വഴക്ക് പറയും. അപ്പോൾ മഹേഷ് പറയാണ്, ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ കമ്പിയെ പിടിച്ചേ, അച്ഛൻ മോളെ ഊഞ്ഞാലാട്ടാം, എങ്ങനെയുണ്ട് നോക്ക്. പേടിക്കാതെ ആടിക്കോ മോളെ. വേണ്ട, അമ്മ വഴക്ക് പറയും. ഇല്ല, വഴക്കൊന്നും പറയില്ല. മോള് സന്തോഷത്തോടെ ആട്, പേടിക്കണ്ട എന്ന് പറഞ്ഞില്ലേ അച്ഛൻ? ശരി, മോളിവിടെ കളിക്കുക കേട്ടോ. അച്ഛൻ പോയി കേക്ക്, ഐസ്ക്രീം, മിഠായി ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരാം കേട്ടോ. ചന്ദ്രിക ആലോചിച്ചിരിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ എന്തിനാ മഹേഷ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? എവിടേക്കാ കൊണ്ടുപോയത് എന്നും അറിയില്ലല്ലോ. ഇതിനൊക്കെ ഉടനെ ഒരു അവസാനം ഉണ്ടാക്കണം. മഹേഷ് കേക്കും മിഠായിയൊക്കെ വാങ്ങിച്ചു വരുമ്പോഴത്തേക്കും മലറിനെ കാണുന്നില്ല. എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഇവിടെ ഇരുന്ന് കളിക്കാനല്ലേ പറഞ്ഞേ, എന്നിട്ട് എവിടെ പോയി? അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, മലറി വേറൊരു കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മോളെ ഇവിടെ ഇരിക്കായിരുന്നോ? വാ, പേടിക്കാതെ വാ മോളെ, വാ. നോക്ക്, മോക്ക് വേണ്ടി അച്ഛൻ ഐസ്ക്രീം കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതാ നോക്ക്, കഴിച്ചോ. എന്താ മോളെ, ഇത് മോക്ക് വേണ്ടിയാ, കഴിക്ക്. എനിക്കൊന്നും വേണ്ട, അമ്മ വഴക്ക് പറയും. അമ്മ വഴക്കൊന്നും പറയില്ല മോളെ. ഇതേ നോക്ക് മോളെ, അമ്മ മാത്രമല്ല മോൾക്ക് സ്വന്തമായിട്ടുള്ളത്, അമ്മയുണ്ട് അച്ഛനും ഉണ്ട്. മോള് അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മോള് അച്ഛനെയും സ്നേഹിക്കണം. ഞാൻ നിൻ്റെ അച്ഛനല്ലേ മോളെ, മനസ്സിലായില്ലേ? നിങ്ങൾ എൻ്റെ അച്ഛനല്ലെന്ന് അമ്മ പറഞ്ഞു. നിങ്ങൾ അച്ഛനാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇത്രയും കാലം എവിടെ പോയിരുന്നു? എനിക്ക് അമ്മയാ ഇഷ്ടം, എനിക്ക് അമ്മ മാത്രം മതി, അച്ഛനെ വേണ്ട. അച്ഛൻ അത് കേട്ടപ്പോൾ ഒരുപാട് ആലോചിച്ചു, എന്താ അവൾ അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം പറയാണ്, അച്ഛനെ മോൾക്ക് തീരെ ഇഷ്ടമല്ല, ഇനി മുതൽ ഇഷ്ടപ്പെടും. ഈ കേക്കും ഐസ്ക്രീമും ഒക്കെ മോള് കഴിക്ക്. ഇല്ല, ഞാനിത് കഴിക്കില്ല. ശരി, ഇപ്പം മോളിത് കഴിച്ചെങ്കിലേ അച്ഛൻ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. എങ്കിൽ വാ, നമുക്ക് ആ ബെഞ്ചിൽ പോയിരുന്ന് കഴിക്കാം. വാ മോളെ എന്ന് പറഞ്ഞവൻ കൈയും പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. ചന്ദ്രിക ഈ കൊച്ചു കുഞ്ഞിനോട് പോലും എന്നെപ്പറ്റി മോശമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇവൾ എന്നെ ഇത്രയ്ക്ക് വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ചന്ദ്രികയാണ്. എത്തിയിരുന്നു പോയിട്ട് എന്നിട്ട് പറയാണ്, ഐസ്ക്രീം നമുക്ക് പിന്നെ കഴിക്കാം, ആദ്യം കേക്ക് കഴിക്കാം. കഴിക്ക് എന്ന് പറഞ്ഞ് മോളുടെ കയ്യിൽ കൊടുത്തു. കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐസ്ക്രീം കഴിക്കാം. കഴിച്ച മോളെ. അപ്പോഴാണ് മഹേഷിന് ഫോൺ വന്നത്. ചന്ദ്രിക ആയിരുന്നു വിളിച്ചത്. ചന്ദ്രികയാണല്ലോ വിളിക്കുന്നത്, മലറിനെ കാണാതായപ്പോൾ എന്നെ വിളിച്ചതായിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരാ വിളിക്കുന്നതെന്ന്. അപ്പോൾ അവൾ കണ്ടു അമ്മയാണെന്ന്. എന്നിട്ട് പറയാണ്, അതെന്താ അമ്മ ഫോൺ വിളിച്ചിരിക്കുന്നല്ലോ, എടുക്കാത്തത്? ഇല്ലല്ലോ, വിളിച്ചില്ലല്ലോ. മോളെ അമ്മ അന്വേഷിക്കില്ല, മോള് കഴിക്ക്. വീണ്ടും ചന്ദ്രിക തന്നെ വിളിക്കുകയാണ്. ചന്ദ്രിക വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് മലറിനൊരു വിഷമം. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, എന്താ മോള് കഴിക്കാത്തത്? കഴിക്ക്. എന്താ മോൾക്ക് വെള്ളം വേണോ? ഇതാ ഈ വെള്ളം കുടിച്ചോ. വീണ്ടും ചന്ദ്രിക തന്നെ വിളിക്കുകയാണ്, മോളെ നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. മഹേഷ് കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഫോൺ എടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ഹലോ, മലർ എവിടെ?
എന്താ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മോളെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയത്? ഏയ്, എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ആരോട് ചോദിക്കണം? നിങ്ങളോട് പല തവണ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ മകളല്ലെന്ന്. മര്യാദയ്ക്ക് എത്രയും വേഗം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ശരി, ഞാൻ അവളുടെ അച്ഛനല്ലെങ്കിൽ പിന്നെ വേറെ ആരാ അവളുടെ അച്ഛൻ? ഒന്നറിയാനാ? ഥൂ, നീയൊക്കെ ഒരാണാണോടാ? എന്തിനാ നീയൊക്കെ ജീവനോടെ ഇരിക്കുന്നേ? എന്നോ ഓടിപ്പോയി വേറൊരുത്തിയെ കല്യാണം കഴിച്ചവനല്ലേ നീ? ആ വഴി അങ്ങ് പോയാൽ പോരായിരുന്നോ? എന്തിനാ ഇപ്പോൾ വന്ന് എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എടി, ഞാനേ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട. പക്ഷേ നീ നിയമപരമായി ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി നിന്നോണം. ഇനിയും ഇത്തരം വൃത്തികേടുകൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. എൻ്റെ മോളെ ഓർത്ത് മാത്രമാ ക്ഷമിക്കുന്നേ. മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞെവിടെയാണെന്ന് പറ, ഞാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാം. ഡീ, ഓരോ പ്രാവശ്യം എൻ്റെ മോള് എന്ന് നീ പറയുന്നുണ്ടല്ലോ. നീ ഒറ്റക്കാണോ അവളെ ജനിപ്പിച്ചത്? ഛീ, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നോ ചത്തുപോയി. നീ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ല. ശരി, നിൻ്റെ മോൾക്ക് ഞാൻ അച്ഛനല്ലെങ്കിൽ പിന്നെ ആ സിദ്ധാർത്ഥാണോ നിൻ്റെ മോളുടെ അച്ഛൻ? ഏയ്, ദേ നോക്ക്, എൻ്റെ കാര്യത്തിനിടയിൽ സിദ്ധാർത്ഥിനെ വെറുതെ വലിച്ചിടണ്ട. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. ശരി, നീ പോയി സിദ്ധാർത്ഥ് സാറിനോട് പറ ഞാൻ വന്ന് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. ആദ്യം എൻ്റെ മോളുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. അതെന്തായാലും നടക്കില്ല. നീ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഏയ്, കൊടുക്കാൻ പറ്റില്ല. നീ എന്താണ് വെച്ചാൽ ചെയ്തോ. ചന്ദ്രിക സിദ്ധുവിൻ്റെ വീട്ടിലെത്തി. സാർ. എന്താ ചന്ദ്രികയെ? നിങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ടും ആ മഹേഷ് കേൾക്കുന്നില്ലല്ലോ സാർ. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അയാൾ എങ്ങോട്ടോ പോയി. എന്ത്? നിന്നോട് ചോദിക്കാതെ എന്തിനാ മലറിനെ കൂട്ടിക്കൊണ്ടുപോയത്? ഫോൺ ചെയ്യുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് കട്ട് ചെയ്യുന്നു സാർ. ഇനി മുതൽ മോൾ അയാളുടെ കൂടെ കഴിയും എന്നാ പറയുന്നേ. മലറിനെ എന്നിൽ നിന്നും അകറ്റാണ് അയാൾ ഈ വീട്ടിൽ വന്നത് തന്നെ. ദയവ് ചെയ്ത് എൻ്റെ മോളെ ഒന്ന് തിരിച്ചു തരാൻ പറ സാർ. ശരി, നീ വിഷമിക്കാതിരിക്കെ. സാർ എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. താൻ ധൈര്യമായിട്ടിരിക്കെ. മേഘ അവിടെ എത്തി. എന്നിട്ട് പറയാണ്, അല്ല സിദ്ധു, മലർ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ ഉള്ളത്? പിന്നെന്തിനാ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പോകുന്നേ? ചന്ദ്രികയ്ക്ക് മലറിനോട് എത്രമാത്രം അവകാശമുണ്ടോ അത്രമാത്രം അവകാശം മഹേഷിനും കാണുമല്ലോ മലറിനോട്. എന്താ മേഘ കാര്യം അറിയാതെ സംസാരിക്കുന്നേ? മഹേഷ് മലറിനോടുള്ള സ്നേഹം കൊണ്ട് അവളെ കൂടെ കൊണ്ടുപോയതല്ല. എൻ്റെ മോളെ എന്നിൽ നിന്ന് പിരിക്കുന്നതാ അയാളുടെ ലക്ഷ്യം. ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് അയാളോട് പോകാൻ പറ. മേഘ പറഞ്ഞാലേ അയാൾ കേൾക്കൂ. എന്താ ചന്ദ്രികയെ? മഹേഷ് ഞാൻ നന്നായെന്നും ഞാൻ ജീവിക്കുന്നത് തന്നെ ചന്ദ്രികയ്ക്കും മലറിന് വേണ്ടിയിട്ടുമാണെന്ന്, അവരില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലെന്നും ഇമോഷണലായിട്ട് ഇന്നലെ എന്തുമാത്രം കരഞ്ഞു എന്നറിയോ? അങ്ങനെ കരയുന്ന ഒരാളോട് നീ ചന്ദ്രികയെ മറക്ക്, മലറിനെ വിട്ടുകൊടുക്ക്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞാനങ്ങനെ പറഞ്ഞ് അവൻ എന്തെങ്കിലും ചെയ്താൽ ആ ഒരു പാവം എനിക്കല്ലേ കിട്ടൂ? നിനക്കെന്താ നിന്റെ തീരുമാനം മാറ്റിയാൽ കുഴപ്പം? എന്തായാലും നീ അവൻ്റെ കൂടെ ജീവിച്ച് ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു. കുറച്ച് നാളുകൂടി ജീവിച്ച് നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഏയ് മേഘ, താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. സിദ്ധു പറയാണ് മേഘയോട്. ആവശ്യമില്ലാതെ ചന്ദ്രികയോട് മഹേഷിനൊപ്പം ജീവിക്കണം, അവനെ സ്വീകരിക്കണം, അങ്ങനെയൊന്നും പറയാൻ നിനക്ക് അവകാശമില്ല, മനസ്സിലായോ? ചന്ദ്രികയുടെ ജീവിതം തീരുമാനിക്കാൻ നിനക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. അത് ചന്ദ്രിക മാത്രം തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ നിനക്കൊണ്ടെന്നാണോ പറയുന്നത്? എടി, ഇതേ നോക്ക്, നീ എന്താ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കും അറിയാം നീ എന്തിനാ ചന്ദ്രയ്ക്ക് വേണ്ടി ഇങ്ങനെ വളഞ്ഞു ചുറ്റി സംസാരിക്കുന്നതെന്ന്. മേഘ, ചന്ദ്രികെ, ആവശ്യമില്ലാതെ നീ ഇവളോട് സംസാരിച്ച് സമയം കളയണ്ട. മലർ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് തരാം. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ധൈര്യമായിരിക്കെ. സിദ്ധു പോയി കഴിഞ്ഞപ്പോൾ മേഘ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രികെ എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ എന്താവശ്യത്തിനും ഇങ്ങനെ കരയുന്നതിനാ? മഹേഷിൻ്റെ മനസ്സ് ശരിക്കും മാറിയിരിക്കുക, അറിയാമോ? നിന്റെ മനസ്സാ ഇതുവരെ മാറാതെ നിൽക്കുന്നത്. മലറിനെ പറ്റി നീ ഒന്നും പേടിക്കണ്ട. സിദ്ധുവിനേക്കാളും മഹേഷ് വളരെ നന്നായിട്ട് നോക്കും. കാരണം മലര് അവൻ്റെ ചോരയല്ലേ. എല്ലാവരേക്കാളും അവനാണ് മലറിനോട് സ്നേഹവും ഉത്തരവാദിത്തവും ഉള്ളത്. ചന്ദ്രിക മേഘയുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് മലർ പാർക്കിൽ വെച്ച് കരയാണ്. എനിക്ക് അമ്മയെ കാണണം. അപ്പോഴേക്ക് മഹേഷ് ഫോൺ കട്ട് ചെയ്തിട്ട് വരികയാണ് അവിടേക്ക്, അവളുടെ അടുത്തേക്ക്. എന്നിട്ട് പറയാണ്,
ഏയ് മലർ, എന്തിനാ മോളെ കരയുന്നത്? കഴിച്ചോ? എന്നിട്ട് ഇതേ നോക്ക്, അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടില്ലേ? അവരുടെ കൂടെ കളിച്ചൂടെ? എനിക്ക് അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് പോകണം, എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്. അമ്മ അമ്മ അമ്മ. എനിക്ക് എപ്പോൾ നോക്കിയാലും ഈ അമ്മയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി മുതൽ അമ്മയുടെ കൂടെ മാത്രമല്ല, മോള് അച്ഛൻ്റെ കൂടെ നിൽക്കണം, മനസ്സിലായോ? എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് മലർ അവിടെ നിന്ന് കരയാണ്. എന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിട്. മോളെ, അച്ഛനല്ലേ പറയുന്നത്, മോളെ കേൾക്ക് മോളെ, എനിക്ക് അമ്മയെ കാണണം. അപ്പോഴേക്കും സിദ്ധുവിന് മഹേഷിന് വീണ്ടും കോൾ വന്നു. മേഘാമ്മേടാണല്ലോ വിളിക്കുന്നത്. അല്ലേ, ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞവൻ ആ കോളും കൊണ്ട് പുറത്തേക്ക് പോയി. മേഡം പറയൂ മേഡം. മഹേഷ്, മലറിനെ കൊണ്ട് നീ എവിടെയുള്ളത്? ഇവിടെ വീടിനടുത്തുള്ള ഒരു പാർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മലറിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ചന്ദ്രിക ടെൻഷൻ അടിച്ചിരിക്കുക. സിദ്ധുവിനോട് പോലും പോയി പറഞ്ഞു. സിദ്ധു മലറിനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിരിക്കുക. എൻ്റെ വീട്, അടുത്തുള്ള പാർക്ക്, എല്ലായിടത്തും സിദ്ധു നന്നായി അന്വേഷിക്കും. നീ അവൻ്റെ കണ്ണിലൊന്നും പോയി പെടരുത്. ഇന്നത്തെ ദിവസം മുഴുവനും മലർ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോഴേ മലറിന് നിന്നോട് ഇഷ്ടം തുടങ്ങുകയുള്ളൂ. ഈ ചാൻസ് നീ മിസ് ചെയ്യാതെ നോക്ക്. ശരി മാഡം. നീ ഒരുപാട് നേരം പാർക്കിൽ നിൽക്കണ്ട. മലറിനെ വേറെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിക്കോ. ശരി, ഓക്കെ മാഡം, ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ ഒരു കാര്യം. ശരി മാഡം, പറയൂ. ചന്ദ്രികയും സിദ്ധുവും നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മലർ എവിടെയെന്ന് അന്വേഷിക്കും. അതുകൊണ്ട് നീ നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. ഇപ്പം തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക മാഡം. ഓക്കെ. ഫോൺ കട്ട് ചെയ്ത് മഹേഷ് ആലോചിക്കുകയാണ്. സ്വന്തം അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതിന് വിളിക്കാൻ വേണ്ടി സിദ്ധുവിനെ അയച്ചിരിക്കുന്നു. അവൾക്ക് എന്ത് പറ്റി? ഈ കുഞ്ഞിന് ഞാനാണോ അച്ഛൻ, അതോ സിദ്ധാർത്ഥാണോ അച്ഛൻ? അധികം വൈകാതെ തന്നെ ഞാൻ തെളിയിച്ചു തരാം. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മലരിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സിദ്ധു മഹേഷിൻ്റെ വീടിൻ്റെ പരിസരത്താണ് എത്തിയിട്ടുള്ളത്. എന്നിട്ട് ചോദിക്കുകയാണ് ഒരു സ്ത്രീയോട്, അതെ, ഈ മഹേഷിൻ്റെ വീട് ഇവിടെ എവിടെയാണ്? അതാണ് കാണുന്നതാണ് വീട്. സിദ്ധു വീട്ടിൻ്റെ മുമ്പിലെത്തി. അപ്പോഴാണ് കണ്ടത് വീട് പൂട്ടിയിട്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, മഹേഷിൻ്റെ വീട് പൂട്ടിയിരിക്കുകയാണല്ലോ, എവിടെയായിരിക്കും അവൻ മലറിനെ കൊണ്ടുപോയിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സിദ്ധു അവിടുന്ന് ഓടിപ്പോയി വീണ്ടും വണ്ടിയിലേക്ക് കയറി. മലരാണെങ്കിൽ പാർക്കിൽ ഒരിടത്തിരുന്നിട്ട് കരയാണ്, അമ്മയെ അമ്മയെന്ന് വിളിച്ചിട്ട്. മോളെ, എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കരയല്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് വീട്ടിൽ പോകണം. ശരി, വീട്ടിൽ പോകാം. കരയല്ലേ മോളെ, തുടക്ക്. എനിക്ക് അമ്മയെ കാണണം. ശരി, വാ പോകാം. എണീക്ക് മോളെ. കഴിക്കാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒരു സഞ്ചിയിലാക്കി. എന്നിട്ട് അവൻ പറയാണ്, പോകാം, വാ. എൻ്റെ പൊന്നുമോൾക്ക് ഇവിടെ എന്തൊക്കെ കാണാനാണ് ആഗ്രഹം? എനിക്കെൻ്റെ അമ്മയെ കണ്ടാൽ മതി. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നിൻ്റെ അമ്മ ചത്തൊന്നും പോവില്ല പറഞ്ഞ് മഹേഷ് അവളെ തന്നെ നോക്കുകയാണ്. അവൾ മഹേഷിനെ നോക്കുകയാണ്. എന്നിട്ട് അവൻ ഒന്ന് നിയന്ത്രണം പാലിച്ച്, സംയമനം പാലിച്ച്. എന്നിട്ട് അവൻ വീണ്ടും ചോദിക്കുകയാണ്, മോള് ബീച്ചിൽ പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അച്ഛൻ മോളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ കാണിക്കട്ടെ? വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടാൽ മതി. ശരി, അമ്മയല്ലേ, വാ കാണിക്കാം, വാ. നിനക്ക് അമ്മയെ കാണണം അല്ലേ? ഇന്ന് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിൻ്റെ അമ്മ എന്ത് ചെയ്യും എന്ന് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ മഹേഷ് പാർക്കിൽ നിന്നും പുറത്തിറങ്ങി വണ്ടിയിൽ കയറുകയാണ് രണ്ടുപേരും. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം സിദ്ധു ഇവിടെ എത്തിയത്. അവൻ പിന്നെ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് മോളെയും കൂട്ടിയിട്ട് പോയത്. എന്നിട്ട് പറയാണ്, ഇതേ നോക്ക്, ക്രിക്കറ്റ് ബാറ്റുണ്ട്, ബലൂണുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് മോള് കളിക്കുക കേട്ടോ. എനിക്ക് അമ്മയുടെ അടുത്ത് പോയാൽ മാത്രം മതി എന്നാണ് മലർ പറയുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.